പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ ഉണ്ണിരവിയുടെ വെളിപ്പെടുത്തലുകൾ ആരതിയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ആരതിയെ കാണുന്നതിനായി ആർദ്ര വരികയും ഉണ്ണിരവി വർമ്മയ്ക്ക് ആരതിയെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ തനിക്ക് ആരെയും കാണണ്ട എന്ന് വ്യക്തമാക്കുന്ന ആരതി താൻ മനഃപൂർവ്വമാണ് ഉണ്ണിരവി വർമ്മയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ എന്തോ അർജന്റ് കാര്യമാണ് ആരതിയെ അറിയിക്കാനുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ആർദ്ര ഒരു തവണയെങ്കിലും വന്നു കാണാൻ പറയുന്നുവെങ്കിലും ആരതി അതിന് തയ്യാറാകുന്നില്ല. എന്നാൽ ഇതേ സമയം റീനയെയും സന്തോഷിനെയും ഫോൺ ചെയ്യുന്ന രാധ എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചതിനെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന റീന അധികം വൈകാതെ തന്നെ നന്ദയെ തിരികെ വീട്ടിലേക്ക് അയക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് രാധയെ സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് രാധ താൻ ഇതിനുള്ള പ്രത്യുപകാരം ഉടൻ തന്നെ അയക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. പൈസ ലഭിക്കാൻ പോകുകയാണ് എന്നുള്ള കാര്യം അറിയുന്നത് റീനയെ വളരെയധികം സന്തോഷത്തിലാഴ്ത്തുന്നു. എന്നാൽ ഇതേ തുടർന്ന് ആരതിയെ ഞെട്ടിച്ചുകൊണ്ട് ആരതിയുടെ മുൻപിലേക്ക് ഉണ്ണിരവി വർമ്മ കടന്നു വരുന്നു. ഉണ്ണിരവി വർമ്മയുടെ വരവ് എന്തിനാണ് എന്നുള്ള കാര്യം ആരതി ചോദിക്കുകയും തനിക്ക് കാണേണ്ട എന്നുള്ള കാര്യം താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഉണ്ണിരവി വർമ്മ അർജന്റായ ഒരു കാര്യം സംസാരിക്കാനാണ് താൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നും അത് നന്ദയുടെ കുടുംബജീവിതത്തെ പറ്റിയാണ് എന്നും പറയുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് ആരതി ചോദിച്ചതിനെ തുടർന്ന് ആരതിയോട് തന്റെ ഭാര്യ രാധാരവി വർമ്മയുടെ കരിയർ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം രമേശൻ നായരാണ് എന്നും അതുകൊണ്ട് തന്നെ രമേശൻ നായർക്കെതിരെ പ്രതികാരവുമായി മുന്നോട്ട് പോകാനാണ് രാധ തീരുമാനമെടുത്തത് എന്നും അതുകൊണ്ട് തന്നെ അവൾ നന്ദയുടെ ജീവിതം തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേൾക്കുന്നത് ആരതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ആരതി താൻ എന്തായാലും ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും നൽകിയ ഇൻഫർമേഷന് നന്ദിയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് തന്റെ സുഹൃത്തിനെ ചെന്ന് കാണുന്ന ഉണ്ണിരവി വർമ്മ തന്നെ ഇപ്പോഴും ഒരു അപരിചിതനെ പോലെയാണ് ആരതി കാണുന്നത് എന്നും ഒരിക്കൽ പോലും അംഗീകരിക്കാൻ തയ്യാറാകും എന്ന് ഇപ്പോൾ തനിക്ക് തോന്നുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ വിങ്ങിപ്പൊട്ടുന്നു. ഈ കാര്യമെല്ലാം ആർദ്ര കേൾക്കാനിടയായതിനെ തുടർന്ന് അച്ഛനെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടത് എന്നറിയാതെ ആർദ്രയും പകച്ചു പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.